ശിവദാസ്, നീ എന്തിനകത്ത് കയറി? പറയാം. മിസ്റ്റർ സി ജി, നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഉണ്ടെന്നും അപരിചിതരായ പലരും ഇവിടെ വന്നു പോകാറുണ്ടെന്നും ഞങ്ങൾക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു. ആ സംശയത്തിന്റെ പേരിൽ നിങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങിയപ്പോൾ പല വിദേശ രാജ്യങ്ങളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി പറയണം സി ജി, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? CIA, മൊസാദ്, ISI? പറയാം. ലോകത്ത് കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ മോസ്കോയിൽ നിന്ന് കൊമിൻഡോൺ വഴി കോടിക്കണക്കിന് രൂപ അന്യരാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പാർട്ടിയെ നശിപ്പിക്കാൻ ഇതിന്റെ എത്രയോ ഇരട്ടി പണം മുതലാളിത്ത രാഷ്ട്രങ്ങൾ മുടക്കുന്നു. മോറൽ റീആർമമെന്റ് അഥവാ MRA എന്ന ഈ ബൂർഷ്വാസി സംഘടനയുടെ പണം പറ്റി ഇന്ത്യയിൽ മഹാത്മാക്കൾ വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ആത്മീയവാദികൾ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തെ തളർത്തി. അതിന് കൂട്ടുകുന്ന സംഘത്തിലെ ഒരു എളിയ കണ്ണിയാണ് ഞാൻ. റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം വിജയിച്ചപ്പോ അടിസ്ഥാന വർഗത്തിന് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അവിടെ നടന്നതെന്താണ്? തൊഴിലാളി വർഗാധിപത്യത്തിന് പകരം സ്റ്റാലിന്റെ ഏകാധിപത്യത്തിൽ അടിമകളാക്കപ്പെട്ട ഒരു ജനത. അവരുടെ ദുരന്തങ്ങൾ ഞാൻ കണ്ടു. ഹോളണ്ടിലും ചെക്കോസ്ലോവാക്യയിലും ഹംഗറിയിലും സോവിയറ്റ് പട്ടാളക്കാർ നടത്തിയ ക്രൂരമായ നരഹത്യ ഞാൻ കണ്ടു. അതാണ് എന്നെ മാറ്റിയത്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാക്കിയത്. നിങ്ങൾക്ക് എന്നെ കുറ്റക്കാരനാക്കാനാവില്ല, ശിക്ഷിക്കാൻ കഴിയില്ല. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, രാജ്യദ്രോഹം ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്തത് ഇവിടുത്തെ സാമൂഹ്യദ്രോഹികളുടെ സംഘടനയിൽപ്പെട്ട ഇവരെ പോലുള്ളവരാണ്. അല്ലേ എല്ലാത്തിനും പ്രേരിപ്പിച്ചത്, നേതൃത്വം കൊടുത്തത്? ജയചന്ദ്രനെ കൊല്ലാനും സേവ് കമ്മ്യൂണിസ്റ്റ് ഫോറം അച്ചടിച്ച് പ്രചരിപ്പിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും ഇല്ല. പെൺവാണിഭ കേസിലെ പ്രതി ആന്റോ ജാമ്യത്തിൽ ഇറങ്ങി സത്യം വെളിപ്പെടുത്തുമെന്ന് കണ്ടപ്പോൾ അവനെ തടവിലാക്കിയത് നിങ്ങളല്ലേ? ആന്റോയെ തടവിലിട്ടിരിക്കുന്നു. എവിടെ? സഖാവ് പൊറുക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക്. സാരമില്ല, വാ. വേണ്ട സഖാവേ, സഖാവ് ഇപ്പൊ അങ്ങോട്ട് പോണ്ട. സഖാവിന്റെ ജീവൻ അപകടത്തിൽ. ഇന്നത്തെ മെയ് ദിനാഘോഷം അലങ്കോലപ്പെടുത്താൻ ഇവിടുന്ന് 10-15 പേർ ITSകാരുടെ വേഷത്തിൽ പോയിട്ടുണ്ട്. സഖാവിനെയും മുഖ്യമന്ത്രിയെയും മറ്റ് സഖാക്കളെയും കൊല്ലുകയാണ് അവരുടെ ലക്ഷ്യം. സഖാക്കളെ, അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിനായി ആത്മാഹൂതി ചെയ്ത് ഷിക്കാഗോ രക്തസാക്ഷികളെ സ്മരിക്കുന്ന ഈ മെയ് ദിനത്തിൽ നമുക്ക് ചരിത്രപരമായ പല കടമകളും ചെയ്തു തീർക്കുവാനുണ്ട്. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളായിരുന്ന പഴയകാല പല നേതാക്കന്മാരും ഇനി ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടത് യുവജനങ്ങളാണ്. മറ്റൊന്ന്, സമൂഹത്തെ മൊത്തം മാരകമായ അർബുദം പോലെ ബാധിച്ചിരിക്കുന്ന അഴിമതിക്കെതിരെയാണ് നിങ്ങൾ പോരാടേണ്ടത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന സർക്കാർ ഓഫീസിലെ അഴിമതിക്കാർ കള്ളക്കടത്തുകാരും മദ്യമുതലാളിമാരും ചേർന്ന മാഫിയ സംഘങ്ങൾ, വർഗീയ ഫാസിസ്റ്റുകൾ, ഇവരെയാണ് നിങ്ങൾ നേരിടേണ്ടത്. ഈ രാജ്യദ്രോഹികളെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ലാൽ സലാം. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിക്കുന്നതാകും. സഖാക്കളെ, വർഗീയ ഫാസിസ്റ്റുകൾ ശക്തിയാർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടി കൂടുതൽ ഗൗരവത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു.
ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന്, നാട്ടിൽ സമാധാനം പുലർത്തുന്നതിന് അണികൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അനങ്ങി പോകരുത്. വണ്ടിയിലോട്ട് കയറ, വണ്ടിയിലോട്ട് കയറാൻ. നിൽക്കവിടെ. ഇല്ലെങ്കിൽ നീ കൊല്ലുവോ? എങ്കിൽ വെക്കണ അവിടെ. ഒരു ശിവദാസനെ കൊന്നത് കൊണ്ട് നീ ജയിക്കില്ല. ഒന്നിനു പകരം 1000 ശിവദാസന്മാരിവിടെ ജനിക്കും. വിദേശചാരന്മാരുടെ ഏജന്റായി നിനക്കിനിയും ഇവിടെ കൊള്ളയും കൊലയും നടത്താമെന്ന് കരുതണ്ട. ജനലക്ഷങ്ങൾ ചോരയും പ്രാണനും നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ തന്റെ കൈത്തോക്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് തകർക്കാനാവില്ല. മണൽത്തരികളിലല്ല, ഉറച്ച പാറക്കെട്ടിലാണല്ലോ എന്റെ പ്രസ്ഥാനം പടുത്തുയർത്തിയത്. അയഞ്ഞ പേശികളല്ല, ബലമുള്ള ഉരുക്കു മുട്ടികളാണ് അതിനെ വളർത്തിയെടുത്തത്. ജനകോടികളുടെ ശക്തിയും വിശ്വാസവും ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി തനിക്കോ തന്റെ വർഗത്തിനോ താഴ്ത്താനാവില്ല. ശിവദാസ്, സാരമില്ല സഖാവേ. ഈ ചോര മങ്ങിപ്പോയി നമ്മുടെ കുടിക്ക് നിറം പകരുമെങ്കിൽ എനിക്കത് മതി. ഒരപേക്ഷയുള്ളൂ. വ്യക്തിവിദ്വേഷം മറന്ന് ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പ്രസ്ഥാനത്തെ വളർത്താൻ, ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിക്കാൻ.